السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പരിശുദ്ധ റമളാൻ കഴിയുന്നതിന് മുമ്പായി നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായി പൊറുപ്പിക്കണം. അതിനായി ഓരോ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് അള്ളാഹുടെ തൗബ ചെയ്യണമെന്ന കാര്യം 16-ാമത്തെ ക്ലാസ്സിൽ വിശദമായി നാം പറഞ്ഞു കഴിഞ്ഞതാണ്. റമളാൻ കഴിഞ്ഞു കടക്കുന്നതിന് മുമ്പായി നാം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നരകത്തിൽ നിന്നും മോചനം നേടുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ മാസത്തിൽ എല്ലാ ദിവസവും കണക്കില്ലാത്ത ആളുകളെ നരകത്തിൽ നിന്നും സ്വർഗത്തിലോട്ട് പ്രവേശിപ്പിക്കുന്നതാണ്. അഥവാ നരകത്തിന് അവകാശികളായ പല ആളുകളെയും നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുന്നതാണ്. ഇത് പരിശുദ്ധ റമളാനിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ റമളാൻ കഴിഞ്ഞു കിടക്കുന്നതിന് മുമ്പായി നരകത്തിൽ നിന്നും കാവൽ തേടുക എന്നുള്ളത് ഓരോ മുസ്ലിമീങ്ങളും വിശ്വാസികളും നിർബന്ധമായും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട കാര്യമാണ്. എന്താണ് നരകമെന്ന് പറയുകയാണെങ്കിൽ, നരകത്തിൽ നിന്നും കാവൽ തേടണമെങ്കിൽ ആദ്യം നരകം എന്താണെന്ന് നാം മനസ്സിലാക്കണം. നരകത്തിൻ്റെ ഭയാനകത, നരകത്തിൻ്റെ ശിക്ഷ, ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് നരകത്തിൽ നിന്നും കാവൽ തേടാനായി സാധിക്കുക. പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം എന്താണെന്ന് വിശ്വാസികൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. നരകത്തിൻ്റെ ഭയാനകതകൾ, നരകത്തിലുള്ള ശിക്ഷകൾ, ആ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമ്പോഴുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നരകത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥമായി നരകശിക്ഷ എന്നുള്ളത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. എപ്രകാരം സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണോ? സ്വർഗമെന്നുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതാണ്. ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്നുള്ളത്. പിന്നെ പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെ അല്ലാഹു തആല വിശദീകരിച്ചത് മനുഷ്യൻ അതിൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാവുന്ന രീതിയിലാണ്. യഥാർത്ഥത്തിലുള്ള സ്വർഗമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ഇതുപോലെ തന്നെയാണ് നരകത്തിൻ്റെ ശിക്ഷയുടെ അവസ്ഥയും. നരകീയ ശിക്ഷകളെപ്പറ്റിയും നരകത്തിലെ പ്രയാസത്തെപ്പറ്റിയും പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അള്ളാഹു വിശദീകരിച്ച് തന്നിട്ടുള്ളത് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലാണ്. യഥാർത്ഥമായ നരകത്തിൻ്റെ ശിക്ഷ എന്നുള്ളത് മനുഷ്യന് ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പാപികളായ ആളുകളാണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. അവർ ദുന്യാവിൽ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് നരകമെന്നുള്ളത്. ഈ പാപികളായ ആളുകളെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന്, നിഷേധികൾ, കാഫിരീങ്ങൾ, അഥവാ അള്ളാഹുവിനെ നിഷേധിച്ചവർ. അവർ അള്ളാഹുവിനെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ പരിശുദ്ധ ഖുർആനെയോ പരലോകത്തെയോ ഒന്നും അംഗീകരിക്കുന്നില്ല. അതിനെല്ലാം നിഷേധിച്ച് ജീവിക്കുന്ന അവിശ്വാസികളായ നിഷേധികളായ ആളുകൾ, അവരെ പറ്റി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഖാലിദീന ഫീഹ അബദ, അവർ കാലാകാലം നരകത്തിലാണ്. കാരണം അവർ ദുന്യാവിൽ അള്ളാഹുവിനെ തന്നെ അംഗീകരിക്കാത്തവരാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ മുനാഫിക്കീങ്ങളാണ്, കപടവിശ്വാസികൾ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന മുനാഫിക്കീങ്ങൾ, കപടവിശ്വാസികൾ, അവർ നിഷേധികൾ തന്നെയായിരുന്നു. അവരെ പറ്റി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തി, വിശ്വാസികളെ കാണുമ്പോൾ നമ്മൾ വിശ്വാസികളാണെന്ന് അവർ പറയും, പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിൽ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും ഖുർആനെയും ഒന്നും വിശ്വാസമില്ലാത്ത അംഗീകരിക്കാത്തവരാണവർ. യഥാർത്ഥത്തിൽ കാഫിരീങ്ങളാണ്, നിഷേധികളാണ് മുനാഫിക്കീങ്ങൾ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന മുനാഫിക്കീങ്ങൾ. പക്ഷേ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ മാത്രം നാവുകൊണ്ട് നമ്മൾ നിങ്ങളോടൊപ്പമാണ് എന്ന് അവർ പറയും. അതുകൊണ്ട് അവരും കാഫിരീങ്ങളെ പോലെ തന്നെ കാലാകാലം നരകത്തിലാണ്. പക്ഷെ അവർക്കുള്ള ശിക്ഷ സാധാ നിഷേധികളെക്കാൾ കൂടുതലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയുണ്ടായി, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിക്കീങ്ങൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. നാം എന്തെങ്കിലും ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിയിലാണ് ഏറ്റവും ചൂടുണ്ടാവുക. കാരണം തീയുമായി ഏറ്റവും അടുത്ത സ്ഥലം ഏറ്റവും അടിഭാഗമാണ്, ഏറ്റവും ചൂടുള്ള സ്ഥലം ഏറ്റവും അടിഭാഗമാണ്. അതുകൊണ്ട് മുനാഫിക്കീങ്ങൾ സാധാരണയുള്ള നിഷേധികളെക്കാൾ കൂടുതൽ
നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണെന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം ഒന്ന്, അവർ നിഷേധികളാണ്. രണ്ട്, അവർ മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്നവരുമാണ്. സാധാ നിഷേധികൾ അവർ നിഷേധികളാണ്, പക്ഷേ മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്നവരല്ല. എന്നാൽ കപട വിശ്വാസികൾ നിഷേധികളായിട്ടും മുസ്ലിമീങ്ങളെ കൂടെ നുണ പറഞ്ഞു നിൽക്കുകയും മുസ്ലിമീങ്ങളെ കൂടെ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ സാധാ നിഷേധികളേക്കാൾ കൂടുതലാണ്. മൂന്നാമത്തെ കൂട്ടം ആളുകൾ വിശ്വാസികളായ ആളുകളാണ്, പക്ഷേ അവരിൽ പാപങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ട്. വിശ്വാസികളാണ്, പക്ഷേ പാപകർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്ര പാപം അവർ ചെയ്തിട്ടുണ്ടോ അത്രയും പാപത്തിനുള്ള ശിക്ഷ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും. അതിനുശേഷം അവരെ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നതും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതുമാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ചില ആളുകൾ അവർ നരകത്തിൽ പ്രവേശിക്കുമ്പോൾ അവരെ നരകത്തിൻ്റെ തീ നെരിയാണി വരെ പിടികൂടുന്നതാണ്. മറ്റു ചില ആളുകളെ നരകത്തിൻ്റെ തീ അവരുടെ അരഭാഗം വരെ പിടികൂടുന്നതാണ്. മറ്റു ചില ആളുകളെ നരകത്തിൻ്റെ തീ അവരുടെ കഴുത്ത് വരെ പിടികൂടുന്നതാണ്. അഥവാ ഓരോ വിശ്വാസികളും അവർ ചെയ്ത പാപത്തിൻ്റെ അളവനുസരിച്ച് നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതാണ്. ആ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവർ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന കലിമയിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് അവർ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നതും ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതുമാണ്. പാപികളായ വിശ്വാസികളുടെ വിഷയത്തിൽ മൂന്നാലൊരു തീരുമാനമാണ് അള്ളാഹുവിൽ നിന്നും ഉണ്ടാവുക. ഒന്നെങ്കിൽ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ കരുണ കാരണമായി അവരുടെ എല്ലാ പാപങ്ങളും മാപ്പാക്കി കൊടുക്കും. അങ്ങനെ എല്ലാ പാപങ്ങളും മാപ്പാക്കി കൊടുക്കുകയും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതല്ല എങ്കിൽ രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയാണോ അവർ ചെയ്ത പാപം അതിന് തുല്യമായ ശിക്ഷ നൽകുകയും അതിനുശേഷം അവരെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഒരു നടപടിയാണ് ഷഫാഅത്ത് കാരണമായി അവരെ അള്ളാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾ ഇതെല്ലാം ചില ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഹദീസുകളിൽ വന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ശുപാർശകൾ കാരണമായി അവരുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നതും അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ മൂന്നാല് ഒരു രീതിയിലാണ് പാപികളായ വിശ്വാസികളുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാവുക. ഇതാണ് നരകത്തിൽ പ്രവേശിക്കപ്പെടുന്ന 3 വിഭാഗം ആളുകൾ. ഇനി അടുത്തത് നരകത്തിൻ്റെ കവാടങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് 7 കവാടങ്ങളുണ്ടെന്ന കാര്യം അറിയിച്ചിരിക്കുകയുണ്ടായി. സൂറത്തുൽ ഹിജ്റിൽ ലഹാ സബ്അത്തു അബ്വാബ്, നരകത്തിന് 7 കവാടങ്ങളുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയുണ്ടായി. ആ നരകത്തിൻ്റെ 7 കവാടങ്ങളെ പരിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഈ 7 കവാടങ്ങൾ കൊണ്ട് ഉദ്ദേശം നരകത്തിൻ്റെ 7 തട്ടുകളാണെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നരകത്തിൻ്റെ 7 തട്ടുകളാണെങ്കിലും 7 കവാടങ്ങളാണെങ്കിലും ഇനി അത് നരകത്തിൻ്റെ 7 പേരുകളാണെങ്കിലും അതെല്ലാം അറിയിക്കുന്നത് നരകത്തിൻ്റെ ഭയാനകതയാണ്. പല സ്ഥലങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ ഈ 7 കവാടങ്ങൾ അല്ലെങ്കിൽ നരകത്തിൻ്റെ ഈ 7 തട്ടുകൾ അല്ലെങ്കിൽ നരകത്തിൻ്റെ 7 പേരുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിലൊന്നാമതായുള്ള പേരാണ് ജഹീം എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ജഹീം എന്ന് നരകത്തെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ജഹീം എന്ന് പറയുകയാണെങ്കിൽ ശക്തമായ തീയുള്ള നരകമെന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ നരകത്തിൻ്റെ തീയുടെ ശക്തിയെ ജഹീം എന്ന വാക്കിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുകയാണ്. രണ്ടാമതായി നരകത്തെ പരിചയപ്പെടുത്തിയ ഒരു പേരാണ് അല്ലെങ്കിൽ നരകത്തിൻ്റെ ഒരു കവാടത്തിൻ്റെ പേരാണ് അസ്സഈർ എന്നുള്ളത്. സൂറത്തുൽ മുൽക്കിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സഈർ എന്ന് പറയുകയുണ്ടായി. നരകത്തിൻ്റെ വിഷയത്തിൽ സഈർ എന്ന് പറയുകയാണെങ്കിൽ ശക്തമായ ജ്വാലയുള്ളത് എന്നാണ് അർത്ഥം. അഥവാ നരകത്തിൽ ശക്തമായ ജ്വാലയായിരിക്കും ഉണ്ടാവുക. എത്രത്തോളം ജ്വാല കൂടുന്നുവോ അത്രത്തോളം ആ നരകത്തിൻ്റെ തീയ്ക്ക് ശക്തിയുണ്ട് എന്നുള്ളതാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. മറ്റൊന്നാണ് ലള എന്ന വാക്ക്. സൂറത്തുൽ മആരിജിലൂടെ നരകത്തെ ലള എന്ന വാക്കിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തി. ലള എന്ന് പറയുകയാണെങ്കിൽ ആളിക്കത്തുന്ന തീ എന്നാണ് അതിൻ്റെ അർത്ഥം. നരകത്തിലെ തീ ശക്തമാണ്, ആ തീ ശക്തമായ ചൂടുള്ളതാണ്.
മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് ലള ആളിക്കത്തുന്നു എന്ന പദത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. നാലാമതായി ഉപയോഗിച്ചൊരു വാക്കാണ് സഖർ എന്ന വാക്ക്. സൂറത്തുൽ ഖമറിൽ സഖർ എന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. സഖർ എന്ന് പറയുകയാണെങ്കിൽ ശക്തമായ ചൂടിനെയാണ് അറിയിക്കുന്നത്. അഥവാ നരകത്തിൽ ശക്തമായ മനുഷ്യന് താങ്ങാൻ സാധിക്കാത്ത ചൂടായിരിക്കുമെന്ന് ആ വാക്കിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അഞ്ചാമതായി ജഹന്നം എന്ന വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ അറിയിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. സൂറത്തുൻ നബയിലും മറ്റു പല സ്ഥലങ്ങളിലും ഈ വാക്ക് അള്ളാഹു ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. ജഹന്നം എന്ന വാക്ക് നരകത്തിൻ്റെ ആഴത്തെയും ശക്തമായ ചൂടിനെയും അറിയിക്കുന്നു. ഇതിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം എത്ര ഭയാനകരമാണെന്ന കാര്യം അറിയിക്കുകയാണ്. നരകത്തിൻ്റെ ആഴം, ആ ആഴം കൂടിയത് കൊണ്ട് തന്നെ അതിൽ തീ അത്ര കൂടുതലായിരിക്കും, അതിൽ അത്ര ചൂട് കൂടുതലായിരിക്കും. ഇതെല്ലാം അതിലോട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആഴം കൂടിയ സ്ഥലമാണ് നരകം. അതിലെ ശിക്ഷയും അതുകൊണ്ട് അത്രയും കടുപ്പമായിരിക്കുമെന്ന് ജഹന്നം എന്ന വാക്കിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. ആറാമതായി അൽ ഹുത്വമ എന്ന വാക്ക് നരകത്തിന് വേണ്ടി അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹുമസയിൽ ഈ വാക്ക് നമുക്ക് കാണാം. ഹുത്വമ എന്ന് പറയുകയാണെങ്കിൽ തകർത്ത് കളയുന്ന നരകം എന്നാണ് അർത്ഥം. അഥവാ അതിൽ ആരെല്ലാം പ്രവേശിക്കപ്പെടുന്നുണ്ടോ അവരെല്ലാം തകർക്കപ്പെട്ടു പോകുന്നതാണ്, അവരെല്ലാം ശക്തമായി ശിക്ഷിക്കപ്പെടുമെന്ന് ആ വാക്കിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഏഴാമതായി നരകത്തിന് അള്ളാഹു ഉപയോഗിച്ച വാക്കാണ് ഹാവിയ എന്നുള്ളത്. സൂറത്തുൽ ഖാരിഅയിൽ ആ വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഹാവിയ എന്ന് പറയുകയാണെങ്കിൽ മുകളിൽ നിന്നും താഴോട്ട് ഇടപെടുന്നത് എന്നാണ് അർത്ഥം. അഥവാ നരകത്തിൻ്റെ ശിക്ഷയുടെ കാഠിന്യത, നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ എത്ര ശക്തമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യം അതിലൂടെ അറിയിക്കുകയാണ്. മുകളിൽ നിന്നും താഴോട്ട് ഇടപെടുന്ന അത്രയും ശക്തമായി ശിക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് നരകമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാക്കിലൂടെ അറിയിക്കുകയാണ്. ഈ 7 വാക്കുകൾ നരകത്തിൻ്റെ കവാടങ്ങളാണെങ്കിലും നരകത്തിൻ്റെ തട്ടുകളാണെങ്കിലും നരകത്തിൻ്റെ പേരാണെങ്കിലും ഇതെല്ലാം നരകത്തിൻ്റെ ഭയാനകതയെയും നരകത്തിൽ മനുഷ്യന് ലഭിക്കുന്ന ശക്തമായ ശിക്ഷയെയും അറിയിക്കുകയാണ്. ഇനി നരകത്തിൻ്റെ തീയിനെ പറ്റി എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്? നരകത്തിലെ തീ എന്നുള്ളത് ഏറെ ശക്തിയുള്ളതും മനുഷ്യൻ്റെ തൊലിയെ ഉരിച്ചു കളയുന്നതുമാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മനുഷ്യൻ ദുനിയാവിൽ കത്തിക്കുന്ന ഏറ്റവും വലിയ തീ എന്നുള്ളത് നരകത്തിൻ്റെ തീയിൻ്റെ 70 ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ്. ദുനിയാവിൽ നമ്മൾ കത്തിക്കുന്ന ഏറ്റവും വലിയ തീ ചെറിയ തീയല്ല. ദുനിയാവിൽ നമ്മൾ കത്തിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തീ എന്നുള്ളത് നരകത്തിൻ്റെ തീയിൻ്റെ 70ൽ ഒരു ഭാഗം മാത്രമാണ്. ദുനിയാവിലെ ഏറ്റവും ചെറിയ തീ പോലും നമുക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല. ഒരു മേഘത്തിരി കത്തിക്കുകയാണെങ്കിൽ അതിൽ എത്ര നേരം നമുക്ക് കൈവച്ച് നിൽക്കാൻ സാധിക്കും? അതിനുപോലും മനുഷ്യന് സാധിക്കുന്നതല്ല. ഏറ്റവും ചെറിയ തീ പോലും മനുഷ്യന് ദുനിയാവിൽ താങ്ങാൻ സാധിക്കാത്തതാണെങ്കിൽ നരകത്തിൻ്റെ തീയെപ്പറ്റി അള്ളാഹു അറിയിച്ചിരിക്കുകയാണ്, ദുനിയാവിലെ ഏറ്റവും വലിയ തീയേക്കാൾ 70 ഇരട്ടി ശക്തിയുള്ളതാണ് നരകത്തിലെ തീ എന്നുള്ളത്. ആ നരകത്തീയുടെ ഇന്ധനമെന്നുള്ളത് മനുഷ്യനും കല്ലുകളുമാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചു തന്നു. കല്ലുകൾ കൊണ്ട് തീ കത്തുകയാണെങ്കിൽ ആ തീയുടെ കാഠിന്യം എത്രയാണെന്ന കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. വിറക് കൊണ്ട് കത്തിക്കുന്ന തീ പോലെയല്ല കല്ലുകൊണ്ട് കത്തിക്കുന്ന തീ എന്നുള്ളത്. അത്രയും കഠിനമായ ചൂടുള്ള മനുഷ്യന് ശിക്ഷയായി തീരുന്ന തീയായിരിക്കും നരകത്തിലെ തീയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അറിയിച്ചിരിക്കുകയാണ്. നരകത്തിൻ്റെ തീയുടെ അവസ്ഥ ഇതാണെങ്കിൽ നരകത്തിൽ മനുഷ്യന് നൽകുന്ന ഭക്ഷണം, മനുഷ്യന് നൽകുന്ന വസ്ത്രം, മനുഷ്യൻ്റെ ശരീരം തുടങ്ങി ഓരോ കാര്യങ്ങളും ഈ തീയെ പറഞ്ഞതുപോലെ മനുഷ്യന് പരീക്ഷണം തന്നെയാണ്, ശിക്ഷ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നരകത്തിലുള്ള ഭക്ഷണം, നരകത്തിലുള്ള വസ്ത്രം, നരകത്തിലെ ചങ്ങല തുടങ്ങി നരകത്തിൽ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന പല ശിക്ഷകളെ പറ്റിയും അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിൽ നരകത്തിൽ നിന്നും മോചനം കിട്ടിയവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.